പപ്പ ഇന്ന് രാവിലെ നിങ്ങളുണ്ടല്ലോ ആ കട്ടിലേക്ക് കിടക്കുവായിരുന്നേ. അപ്പൊ ഈ ഷോപ്പിന്റെ ഫോട്ടോ കാണിച്ചു വന്നിട്ട് ചോദിച്ചു ഇത് ആരാണ്. അപ്പൊ യസുക്കുട്ടി ഇനിക്കേട്ട് തന്നെ കൈ കൂപ്പാൻ തുടങ്ങി. യസുക്കുട്ടി ഇത് വന്ന് പിള്ളേരെ എനിക്ക് തൊണ്ട വയ്യ, ഒത്തിരി ഒച്ചയ്ക്ക് എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റും പ്രകാരം സ്മൂതിയാണ്. ഓടിപ്പോരെ മമ്മ, സ്മൂതി റെഡിയാക്കാൻ പോവാ. എല്ലാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തിരക്കാണല്ലോ. അപ്പോൾ ഒരു പ്ലാൻ ചെയ്യും. ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും, ലഞ്ച് എന്തുണ്ടാക്കും, പ്ലാൻ ഇല്ലാത്തതാണ്. മീൽ പ്രിപ്പും മീല് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പിന്നെ ആദ്യം വേണ്ട ബേസിക് സാധനം പ്ലാനാണ്. സാറ് തലേന്ന് കിടക്കുമ്പോൾ നാളത്തേക്ക് എന്തെന്ന് ഓർത്തിട്ട് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ വിചാരിച്ച് ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് കരുതി വെക്കാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി സ്വിച്ച് ചെയ്യും. കാരണം നമ്മുടെ കയ്യിൽ കറികളുള്ളത് അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടും സാധനങ്ങളുടെ ഒക്കെ നോക്കിയിട്ട് ചില ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യും. പക്ഷെ എന്നാലും ഒരാഴ്ചത്തേക്കുള്ള നമുക്ക് പ്ലാനിലുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും ഇനിയിപ്പോൾ നല്ല തിരക്കല്ലേ, പിള്ളേർ സ്കൂളിലെല്ലാം കൂടെ ആയതുകൊണ്ട് പ്ലാൻ ചെയ്ത് ലെവലായിട്ട് പോയേക്കാം അല്ലേ. അപ്പോൾ ഇന്നെന്താണ്? സ്മൂതി വെരി സിമ്പിൾ വൺ. ഞാൻ ചോദിക്കുന്നതല്ല, ഇത് ആ ബ്ലൂബെറി ഇട്ട് ഉണ്ടാക്കിയാൽ പോരെ ഇത്? കാരണം അത് കേടായി പോരുതല്ലോ. അതുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പാക്ക് ചെയ്ത കുറച്ച് ബ്ലൂബെറി ഇല്ലായിരുന്നോ? അതും കൂടി ഇടുന്നില്ലേ? ഇന്നലെ വലിയ കുഴപ്പമില്ലാത്ത വെതറായിരുന്നേ. ഇത് നേരെ തിരിച്ചു നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഈ വെതറിനെ കുറിച്ച് പറയാൻ കാരണം ഫിൻലൻഡിലുള്ള നല്ല ശതമാനം ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വെതറാണ്. കാരണം വെതറിനെ ആശ്രയിച്ചായിരിക്കും ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. അതായത് ആക്ടിവിറ്റീസ്, ഈവൻ ഡ്രസ്സ് വരെ ഇടുന്നത് നമ്മൾ വെതറിനനുസരിച്ചിട്ടാണല്ലോ. നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വെയിലാണെങ്കിൽ ഓക്കെ, വെയിൽ അല്ലെങ്കിൽ ഒരു കുറേ നാളത്തേക്ക് നമുക്കറിയാം സമ്മർ മൊത്തം വെയിലായിരിക്കും, അല്ലെങ്കിൽ തണുപ്പായിരിക്കും, അല്ലെങ്കിൽ ചൂടായിരിക്കും നമുക്കറിയാം. ഇവിടെ അങ്ങനെയല്ല. നല്ല സമ്മർ സമയത്ത് കയറി തണുപ്പിടിച്ചു കഴിയും. നാട്ടിലിപ്പോ സമ്മറാണെങ്കിലും മഴ ആയതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരു കോട്ട് ഇട്ടാൽ മതിയല്ലോ. വലിയ മാറ്റം വേണ്ടല്ലോ. അങ്ങനെ തണുപ്പധികം ഫീൽ ചെയ്യുന്ന പോലെയല്ലോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെട്ടെന്ന് സമ്മറിലാണെങ്കിൽ പോലും മഴയും ഇതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ജാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കുമല്ലോ. ഈ പ്രാവശ്യം ഇവിടെ ഒരു പ്ലസ് 30 കഷ്ടി കൊണ്ട് ഒരു ദിവസം 2 ദിവസം കൊണ്ട് വന്നതുള്ളേ. യസക്കുട്ടി കറക്റ്റ് മറ്റേ അവിടെ പോകുമ്പോൾ നമ്മൾ അന്വേഷിക്കാവുള്ളൂ കേട്ടോ. രാവിലെ തന്നെ ചിക്കനാണോ? അല്ലാതെ ഉണ്ടാക്കി വെക്കാണെങ്കിലേ എനിക്ക് നീഡിങ് ഡ്യൂട്ടി ഉണ്ടല്ലോ. ഓക്കെ യശുക്കുട്ടി എന്നാ ചീച്ചു വേണമെന്ന് കൊച്ചിന് ചീച്ചു കൊട്ടില്ലേ ചിക്കു? ഇന്ന് ചീച്ചിനുള്ള സമയമായില്ല, ഇപ്പൊ കൊടുക്കാം. അപ്പോൾ നമ്മള് എയർ ഫ്രയർ ഇത് നല്ലൊരു നമുക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഭയങ്കര ഹെവി പോർഷൻ ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ നല്ല ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായത്. സ്മൂതി ഉണ്ടാക്കുവാന്നേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതിയാണ്. അപ്പൊ നമ്മൾ വേറെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. ഇത്ര നേരം മുടി കെട്ടിക്കൊടുക്കുവായിരുന്നല്ലോ, ഇപ്പൊ നല്ല സ്റ്റൈലായല്ലോ. കിട്ടിയില്ല. ഇങ്ങനെ കേളി പ്രശ്നങ്ങളെ ഇടുന്നതായിരിക്കും. ചക്കിയുടെ നല്ലതാണല്ലോ അങ്ങനെ ഇതിപ്പം. പിള്ളേരെ അങ്ങനെ മുടി കെട്ടി വെക്കുന്നതിനും കാരണമുണ്ട്. പ്രൊട്ടക്ട് ചെയ്യണതാണ് അവരുടെ കെയർ ഒക്കെ കഴിഞ്ഞിട്ട്. എന്തെല്ലാം കാര്യങ്ങളല്ലേ. എല്ലാവർക്കും ഉണ്ടെന്ന് ഓരോരോ തലമുറയ്ക്ക് ഓരോ രീതികളെ. നമ്മള് പെട്ടെന്ന് നമ്മളെ ഈ ഇവരുടെ നമ്മുടേത് ശരിയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അതല്ല, ഇവര് കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന വീഡിയോസ് ഐഡിയോളജി തന്നെ ഡിഫറെന്റ് ആണ്. അല്ല, ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മുടേതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മള് അത് അവരെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഒട്ടും ശരിയല്ലെന്നാണ് നമ്മൾ അംഗീകരിക്കാൻ റെഡി ആവണം. നമ്മുടെ കാരണവന്മാര് നമ്മൾ പണ്ട് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുമായിരുന്നു ചില കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കാരണവന്മാര് കുറെ കൂടെ പിടിവാശി കാണിക്കുമായിരുന്നു. അങ്ങനെ തന്നെ വേണം എന്നുള്ള പോലെ പിടിവാശി കാണിക്കും. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ലിബറലായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നോണ്ട് ഇവർക്ക് അത്രയും ഒരു ഇത് ഫേസ് ചെയ്യേണ്ട വരത്തില്ല അല്ലേ. പക്ഷെ നമ്മൾ കുറച്ചായിട്ടുണ്ട്. ഇത് ഇവരാകുമ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആവും.
ഓക്കെ. മെസ്സിക്കുട്ടി എന്നെ കഴിക്കുന്ന ബ്രെഡ് കഴിക്കുവാണോ? ചീസ് ഇത് ബീറ്റാ. മൊത്തം എല്ലാവരും ചുരുട്ട പിടിക്കാറ്. അല്ലേ പുഴുങ്ങി കഴിഞ്ഞാൽ കഴിക്കുന്നത് ഇവിടെ വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. മെസ്സിക്കുട്ടി എല്ലാം കഴിക്കത്തില്ല, വൈറ്റ് മാത്രം കഴിക്കുന്നേ. തിളച്ചുകൊണ്ടിരിക്കണ മുട്ടയ്ക്കകത്തേക്ക് ഇപ്പൊ ഞാൻ എന്റെ കൈ കൊണ്ട് വെച്ച് ഞാൻ പടി കിട്ടും. മൂത്തി ആവുമ്പോഴേക്കും പിള്ളേര് ഉള്ള ഈ പിന്നെ ബ്രെഡെല്ലാം കഴിച്ച് വയറ് നിറയും കേട്ടോ. അതിന്റെ കൂടെ ഒരു സ്മൂത്തി കഴിച്ചോളും. മെസ്സിക്കുട്ടി ബ്രെഡ് കഴിക്കണോ? കഴിച്ചത് നോ 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 എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചക്കി? കളയല്ലേ കളയല്ലേ. ഒരു സാധനം കളയരുത്. ഫ്രണ്ടിൽ ആവശ്യത്തിൽ കൂടുതൽ സാധനം വായിന്ന് താഴെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതാണോ ചക്കി? മൾട്ടി ടാസ്കിംഗ് ഒരു ദിവസം കളിയാക്കിയില്ലേ ഇതിന് പറയും. അതായത് ഒരു സൈഡില് കാപ്പി ഇടുന്നു, ഒരു സൈഡില് സ്മൂതി അടിച്ചു കൊടുക്കുന്നു, ഒരു സൈഡില് മുട്ട പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് എന്റെ നെല്ലിക്കക്കല കൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് തോന്നും നിന്റെ കെട്ടിയവനവിടെ പണ്ടാരോ അങ്ങനെ പറഞ്ഞ് വിഷമിപ്പിച്ചതിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. എന്റെ മുറിവ് ഉണങ്ങാൻ എനിക്ക് സമയം തന്നെ. നമ്മൾ എപ്പോഴും ഓരോരോ കാര്യത്തിൽ എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കും. അല്ല, അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴാണ്, അങ്ങനെ ചെയ്താണ് എപ്പോഴും ഇവിടെ പാലുകാച്ചി നടക്കുന്നത്. അതുകൊണ്ടല്ല, ചില ദിവസങ്ങളൊന്നും ചെയ്യാണ്ട് പാലുകാച്ച അല്ല, അങ്ങനെ ശീലമായി പോയി. അതുകൊണ്ട് ശീലമല്ല, അത് ശ്രദ്ധക്കുറവാണ്. നോക്കണേ ഇന്നിപ്പോ തളർന്നു പോകുന്നു. എടുക്കരുത് എസക്കുട്ടി. നീ എന്നെ കാണിക്കുന്ന ഇവനെ എങ്ങനെ ഡേ കെയറിൽ നീ പോയി കഴിയുമ്പോഴേക്കും ഇവന് ഫുഡ് കിട്ടത്തില്ല. അങ്ങനെ ചെയ്യരുത് എസക്കുട്ടി. പാടില്ല. വഴക്ക് പറയുമ്പോഴേക്കും കരയാൻ തുടങ്ങി. കണ്ടോ? വിഷമമായ നമുക്ക് അറിയാനുള്ള പറയണം. നമ്മൾ അത്രയും പറഞ്ഞതേ ഉള്ളൂ പുള്ളി വിഷമായത്. സങ്കടപ്പെട്ട് കരയൊന്നുമല്ല, ഞാൻ ഒന്നും പറഞ്ഞു ഒന്നില്ല. ഒരു അടിക്കത്തി വല്ല കായിടാമോ കേട്ടോ? ഇത്ര നേരം വാച അടിച്ചോണ്ട് ഇപ്പൊ സമയത്ത് വേറെ വലിയ കാര്യം ഉണ്ടല്ലോ, എന്നാലും ആ കുഞ്ഞു കലത്തിലേ ഇടത്തുള്ളൂ. എനിക്കറിയത്തില്ല. ചെമ്പ് കലത്തി കിട്ടാൻ ഇത് അവസ്ഥ ചിക്കുവിന്റെ കേട്ടോ. കുഞ്ഞു കൊച്ചാന്ന് പറഞ്ഞാല് കരയുമ്പോ കാര്യം നടത്തി കൊടുക്കരുത്. അല്ലെന്നേ, കുഞ്ഞു പിള്ളേര് ക്യൂട്ടാണല്ലോ, അവര് കരയുമ്പോ തോന്നി അങ്ങനെ അങ്ങ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ അത്രയും കരയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മൈൻഡ് മാറ്റിയൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടാം. പക്ഷെ ഇവന്റെ അടുത്തെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഇവൻ കരയണ കാണുമ്പോ സങ്കടം വരും. അപ്പൊ എന്തിനാണ് കരയണത് അത് അവരെ കൊടുക്കും. നമ്മള് ഇവര് അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവര് മൂന്നുപേരും ഡിഫറെന്റ് ആയിട്ട്, ഇവൻ ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ചെയ്യില്ല കേട്ടോ. കരയുമ്പോ ആ കരയണ കാര്യം കൊടുക്കില്ല, വേറെ അവന്റെ മൈൻഡ് മാറ്റി വേറെ എന്തിനേലും കൊണ്ടുപോകണം. എന്നെ നോക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ഞാൻ വഴക്ക് പറഞ്ഞതിന്റെ അങ്ങനെ ചെയ്യില്ല കേട്ടോ. കരഞ്ഞ് കാര്യം നടത്തണ്ട, നടത്തി തരത്തില്ല പപ്പ. മാളുവിന്റെ ഡ്രസ് അവരവരുടെ അലമാരി കയറ്റി വെക്കണം കേട്ടോ. എല്ലാരും അവരവരുടെ എടുത്തോണ്ട് അലമാരിക്കകത്ത് കയറ്റി വെക്കണം കേട്ടോ. നമ്മള് കുറച്ച് മുളപ്പിച്ച പയറ് കുറച്ച് ദിവസമായിരുന്നു ഫ്രിഡ്ജിലിരുന്ന കുഴപ്പമില്ലോ എന്ന് കരുതി കൊണ്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം അതിൻ്റെ താടി എടുത്ത് നോക്കുമ്പോൾ നല്ല കയ്പ്പ്. അതുകൊണ്ട് അത് മുഴുവൻ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ പ്രോട്ടീന് വേറെ എന്തെങ്കിലും നമ്മൾ ഇതിൻ്റെ ആഡ് ചെയ്യണം. കുറേ നാളെ ശരിക്കും കംപ്ലീറ്റ് ഡയറ്റിലോട്ട് കയറിയിട്ടില്ല. ഡയറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മുടെ കൂട്ടത്തിൽ തുടങ്ങിയ ഒത്തിരി പേര് നമുക്ക് കോൺടാക്ട് ചെയ്തു കേട്ടോ. നല്ല റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 8 കിലോ ഇതൊക്കെ കുറയേണ്ടത്. അല്ല, എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയിട്ട് എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഒരു 10-20 വർഷമായിട്ടുള്ള
ഫ്രണ്ട്സാണ് അറിയാവുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം അവളുടെ ഒരു ഫൈനൽ റിസൾട്ട് ആയിട്ടൊരു വീഡിയോ ഷെയർ ചെയ്ത് പോസ്റ്റ് കിട്ടെ. 60 days ചലഞ്ച് എൻ്റെ കണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഷോക്കായി പോയി. ദൈവമേ, ഞാൻ തുടങ്ങിയിട്ട് കൂടത്തിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു. ഞാൻ 1 കിലോ അലുവ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വീണുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ അടുത്ത് പറയായിരുന്നു, ഷോ ഇനിയിപ്പോൾ വേഗം ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്നേ തൊട്ട് അവൾ എനിക്ക് മോട്ടിവേഷനായി. അടിപൊളിയായിരുന്നു അത് കാണാൻ. അതല്ല, ഞാൻ പോയപ്പോൾ അവളോട് തീർന്നു, ഇതാണ് മോനെ താങ്കൾക്ക് പുഷ് വേണം. ഞാൻ പുഷിനെ പുഷായിട്ടല്ല ഇറങ്ങിയിരിക്കേണ്ടത്. ശ്വാസം മുട്ടിക്കല്ലോ. ഇനി എന്തിനാ ഞാൻ പ്രോട്ടീൻ എന്ത് ഇറക്കും? ഇതിനകത്ത് പ്രോട്ടീൻ സോഴ്സ് ഇല്ല, ഫൈബർ, വൈറ്റമിൻ. ഫാറ്റ് ഇല്ല. ഒലിവ് വേണം, ഒലിവ് കട്ട് ചെയ്യാൻ. മൂട് കട്ട് ചെയ്താണ്. ഇത് വേണ്ട നമുക്ക് കൈപ്പായിരിക്കും. എന്നിട്ട് ഇത്ര 1 ഇഞ്ച് ഇതില. ഓക്കെ, ഇനി ബാക്കി ഇച്ചിരി കൂടെ ബാക്കിലോട്ട് കൈ ഇറക്കുന്നത് 1 ഇഞ്ച് കൂടെ. നേരെ വയ്ക്കും. TV ആരും കാണുന്നില്ല, ഓഫ് ചെയ്യാവോ? കൊച്ചവിടെ ഇല്ലല്ലോ. അത് താറാവിനെ കണ്ടോണ്ട് കിടക്കുവാണ്. ഒരാളെ കൊണ്ട് കുത്തിച്ചാരി കിടത്തിയേക്കുവാണ് ഇവിടെ. എന്നിട്ട് താറാവിനെ കാണിച്ചിട്ട് എടുക്കുക. അതെന്റെ കയ്യിൽ തന്നെ എസക്കുട്ടി, എസക്കുട്ടിന്റെ കയ്യിൽ തന്നെ തവളയാണോ? അതെന്റെ കയ്യില് കാണിച്ചേ. അത് ശരി. അപ്പൊ അതിനെ കൂടുതൽ ഇത് ആരാ വെച്ച് തന്നത്? കാണട്ടെ, എന്നാ നോക്കട്ടെ. ഇതാരാ ഇത്? ഇതാരാ എസക്കുട്ടി? ഇതാരാ ഇത്? എന്നാ കൊച്ചിനെ ഇതിൻ്റെ അത് ചാരി വെച്ചിട്ട് ഇവിടെ എന്നാ പുതിയ ബാത്റൂമിന്റെ ഡിസൈൻ സോ ഞാൻ ചക്കിലെ കളഹറുട്ടി ചെയ്തു. എന്റെ കൈക്ക് ബ്രേക്ക് വേണം. എനിക്ക് എനർജി ഇല്ല ജോണിക്കുട്ടി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ. എന്റെ എനർജി എനിക്ക് നല്ല കാര്യത്തിൽ ഉപയോഗിക്കണം. നീ വിട്ട് ഞാൻ കാര്യം ചെയ്യട്ടെ. ഈ സാധനം അങ്ങനെ ഞെക്ക് അങ്ങനെ പ്രസ് ചെയ്യും കൂടെ. ഇതിന്റെ ഈ സംഭവം കണ്ടോ? ഈ സാധനം ഇതിന്റെ അടിയിൽ ഇവിടെ ലോക്കായിട്ടിരിക്കണം. എന്നിട്ട് ഇങ്ങനെ 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 ചെയ്യണം. അരികത്തുണ്ടെന്ന് ഇങ്ങനെ ഇതുണ്ടോ? ഈ സാധനം നമ്മൾ ട്രിപ്പ് പോയപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളതിനകത്ത് പൊട്ടിച്ചിടാൻ കഷ്ടപ്പെട്ടത്. കണ്ടോ? അങ്ങനെ നിരക്കി ബാക്കിലോട്ടുണ്ടോ? നമ്മൾ എഗ് വൈറ്റ് എടുത്തതിൻ്റെ എക്സ്ട്രാ 1-2 ഉണ്ണി ഉണ്ടായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ ഫുൾ എഗ്ഗും കൂടെയും കൂട്ടി കുറച്ച് കുരുമുളക്, വെളുത്തുള്ളി ഇതും പിന്നെ ഗ്രീക്ക് യോഗർട്ട് അതും കൂട്ടിയിട്ട് കുറച്ച് പാപ്രിക്ക പൗഡർ ഇടും. ഇച്ചിരി നാരങ്ങ നീരും പിഴിഞ്ഞ് വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കും. അപ്പോൾ അത് മയണൈസ് പോലെയും. അത് നമുക്ക് പുറത്തുള്ള റാപ്പിലൊക്കെ സ്പ്രെഡ് ചെയ്യാം. പിള്ളേർക്ക് ഹെൽത്തിയാണ്, നമുക്ക് പ്രോട്ടീൻ കൂടുതലുണ്ട്. അതിനകത്ത് കുറച്ച് ഹണിയും ചേർത്തു. അത് കഴിയുമ്പോഴേക്കും ടേസ്റ്റ് നന്നായിട്ട് ബാലൻസ് ആവും. പാപ്രിക്ക ഇച്ചിരി ഇട്ടിട്ടുള്ളൂ, 1/2 ടീസ്പൂൺ. വേഗം വാ. അടുത്ത ജോൺകുട്ടി എവിടെ? നമ്മൾ ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കുക. വാ കം. അപ്പൊ സാമ്രാജ്യം ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ്. എനിക്കുള്ള സാലഡ് ഉണ്ട്, എനിക്കുള്ള പ്രോട്ടീൻ ഇതുണ്ട്. കുറച്ച് ബാക്കി പിള്ളേർക്ക് ഫുഡ്, അവരുടെ ഇന്നലത്തെ ഫുഡില്ലേ, ചായ ഉണ്ടാക്കി ഫുഡ് ഇരിക്കുന്നില്ലേ, അതിന്റെ അകത്ത് സൈഡായിട്ട് വെച്ച് നൈസായിട്ട് പറഞ്ഞിട്ടുമാണ്. എനിക്കുള്ള സാലഡ്, എനിക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോ. അങ്ങനെയല്ല, ഓൾറെഡി ഇരിപ്പുണ്ടല്ലോ. ഞാൻ എന്റേത് ആക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. നല്ല ക്രിസ്പി ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാം. മറ്റേതൊരു ഭയങ്കര പാടായിരുന്നു ക്ലീൻ ചെയ്യാൻ, ഒരു തുരു പിടിച്ച അവസ്ഥ പോലെ ഇരിക്കും. പിന്നെ തന്നെയല്ല ലെഫ്റ്റ് ഓവർ ഫുഡ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വെച്ച് എയർ ഫ്രൈ ചെയ്തുകൊണ്ടല്ലേ, അല്ലാണ്ട് റോസ്റ്റ് ചെയ്യണ പോലെ ഉണ്ടാക്കിയിട്ട് ഇതിലൊരു കവറുണ്ട്. ലെഫ്റ്റ് ഓവർ ഫുഡ് നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലും കയറ്റി വയ്ക്കാം. അടിപൊളി. നല്ല സെറ്റ് മയണൈസ് സെറ്റ് ചെയ്യണ്ട, സ്പ്രെഡ്. ഓക്കെ, താങ്ക് യു. സൂപ്പറാട്ടോ. ഓക്കെ, തോണ്ടി എടുക്ക്. ടേസ്റ്റ് ചെയ്യ കാണട്ടെ. കണ്ണിലൊക്കെ ഉണ്ടായല്ലോ. ഉപ്പുണ്ടോ? മയണൈസിന്റെ ടേസ്റ്റ് ഉണ്ടോ? ഉപ്പ് കുറവാണോ? മുട്ടയുടെ ഫുള്ള് ഉപ്പ് ഇച്ചിരി. എത്ര നേരമായി? 1 മണിക്കൂർ കൂടുതലായല്ലോ. മാളിന്റെ പാഴ്സൽ അയച്ചോ?
അത് മമ്മ പോകുമ്പോൾ അമ്മയുടെ കുർത്തി അയക്കാനാ. കുറച്ച് പാസ്ത ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് റൈസ് ഇല്ല മറ്റേ ചിക്കൻ റൈസ് അതിരിപ്പുണ്ട്, പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തിരിപ്പുണ്ട്, പിന്നെ സാലഡ് റെഡിയാണ്, പിന്നെ ബ്രെഡ് ഉണ്ടല്ലോ മറ്റേ ഫുൾ റായി ബ്രെഡ് ഇല്ലേ പിന്നെ മുത്തേ. അപ്പം അത്രയും സാധനങ്ങൾ ഇരിക്കുമ്പോൾ അത് തീർത്തിട്ട് നമ്മൾ പുതിയ ഫുഡ് ഉണ്ടാക്കിയാൽ പോരെ അല്ലേ? അപ്പൊ ഇന്ന് അത് കഴിച്ചു തീർക്കാം നോക്കെ. നമ്മൾ കുറച്ച് ടൂണ ഇട്ടു, പിന്നെ ബോയിൽഡ് എഗ് ഉണ്ട്, മൊട്ടുപൊട്ടു, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒലീവ് ഓയിലും ഉപ്പും ഗാർലിക്കും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഡ്രസ്സിങ് പോലെയാണ് ഒഴിക്കേണ്ടത്. ടൊമാറ്റോ, കുക്കുംബർ, റെട്ടണിയൻ, പിന്നെ ലെറ്റ്യൂസ്, തക്കാളി, ചെറിയ ടൊമാറ്റോസ്, പറഞ്ഞല്ലോ ഒത്തിരി സാധനങ്ങളില്ല ഇതില്. ചിക്കൻ വീട്ടിൽ വന്നതാണ് സാധനമൊക്കെ എടുത്ത്. ഇതിനകത്ത് ഇല്ലാത്തത് ചീസ് മാത്രമേ ഉള്ളൂ. മറ്റേ ചീസിൻ്റെ ഫെറ്റാ ചീസോ അല്ലെങ്കിൽ പാർമസാൻ ചീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ ഇന്നലത്തെ കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ റൈസ്. നട്ട്സ് ഇഷ്ടമല്ലോ, നട്ട്സിനകത്ത് കാൽഷ്യം ഉണ്ട്, നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ. പൂച്ചയോറക്കും കഴിഞ്ഞ് എണീറ്റ് അല്ലേ? കഴിക്ക്. മാളു എന്നെ എടുക്കോ? മാളു ചിക്കൻ ഇഷ്ടപ്പെട്ടോ? വെള്ളം വേണോ? ഇന്ന് ചിക്കനെ കൊണ്ടുപോയി വിടണം, വണ്ടി സർവീസിങ്ങിന് എടുത്തേക്കുവാണ്. അപ്പം നമുക്ക് അവിടുന്ന് റെൻറ്റിന് എടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് ഇറങ്ങിയാണ് അടുത്ത യുദ്ധത്തിന് വേണ്ടിയിട്ട്. എന്തിനു തവി എടുക്കുന്നേ? തവി കൊണ്ട് വെച്ചേ. എന്തിനു കൊണ്ടുപോവോ? അയ്യോ വന്നേ, അത് കൊണ്ട് വെച്ചേ, തവി കൊണ്ട് വെച്ചേ, തവി കൊണ്ട് വെക്കേ. സെക്യൂരിറ്റിക്ക് എപ്പോഴും പുറത്ത് പോകണം. നമുക്ക് പാർക്കിൽ പോവാം. എന്നെ വണ്ടിക്കകത്ത് ഇറങ്ങാൻ അവന് അതിന്റെ മെയ്സിൽ കൊണ്ടുപോകാം. താഴെ വിട് മോനെ, അവൻ നടക്കട്ടെ, അവൻ നടക്കാനല്ലേ ഇഷ്ടം. താഴെ വിട്. കളിക്കുന്ന സ്ഥലം കണ്ടാ പിന്നെ പുള്ളിക്ക് ഒന്നും വേണ്ട. പപ്പ നോക്കാം, മോനെ പിടിക്കണോട്ടോ മോനെ. അങ്ങനെ പിടിച്ചോ. അവൻ എണീറ്റിരിക്കണം. Ring around the rosy pocket. ഭയങ്കര ഹാപ്പിയായോ? ഓരോരുത്തർ കയറുമ്പോ അവിടെ പോണം. ഒരുക്കി പിടിച്ചോ. ഇഷ്ടപ്പെട്ടോ? കാലം മൊത്തം കണ്ട യശക്കുട്ടി മടുത്തു അല്ലേ? അതിൽ പഴമുണ്ട്. പഴം വേണോ? ബനാന കൊടുത്തു. അതിപ്പോ പഴം കൊടുക്കാം. അത് കൊടുത്തോ. അത് കൊടുത്തിട്ട് നമുക്ക് പശുവും പഴം കൊടുത്തു. ഞാൻ എടുത്തോ.
താങ്ക് യു. ഡൊറീറ്റോ പോലെ വെള്ളമുണ്ട്. രാത്രി 7 മണിയായിട്ട് നല്ല വെയിലുണ്ട്. വാ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകുമ്പോൾ അമ്മേനെയും കൂട്ടിക്കൊണ്ട് വരാം. മമ്മിക്ക് 9 മണിക്കാണ്. മമ്മിക്ക് 9:30 തീരുന്നത്. രാവിലെ മഴയായിരുന്നു. നല്ലതാണോ? ആ, വെള്ളമല്ല, ചിപ്സ് നല്ലതാണോ? ഇന്നലത്തെ നിങ്ങളുടെ പിണക്കൊക്കെ മാറിയോ? ചക്കയും ജോണിക്കുട്ടിയുടെ അത് മറന്നുപോയോ? ഇന്നലെ നിങ്ങൾ പഴക്കുണ്ടാക്കി ഇറങ്ങി മറന്നുപോയോ? സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ എല്ലാം മറന്നു പോയിരുന്നു അല്ലേ? ചക്കി വറുക്കുന്നുണ്ടോ? മറന്നുപോയോ? ഓർമ്മ പിണക്കം മാറിയോ? പിണക്കൊക്കെ മാറി. ജോണിക്കുട്ടി ഓർക്കുന്നുകൂടിയില്ല. ഞങ്ങൾ ഈ ആണുങ്ങളൊന്നും മനസ്സിൽ വയ്ക്കത്തില്ല, ഞങ്ങൾ അപ്പം തന്നെ മറന്നു കളയും. അങ്ങനെയാണോ ജോണിക്കുട്ടി? ജോണിക്കുട്ടി രണ്ടാമത്തെ പ്രാവശ്യം ഓടുന്ന. ഓർമ്മ മതി. കീപ്പാസ കളിക്കുന്നത്. കീപ്പാസ കണ്ണ് മൊത്തം വാരി ആദ്യം ഒറ്റ പിടിയെടുത്ത് കല്ല് ആദ്യം ഒറ്റ പിടിയെടുത്ത് വായിക്കാത്തേക്ക്. അത് കഴിഞ്ഞ് മനസ്സിലായി പുള്ളിക്ക് കല്ല് പ്രശ്നമാണെന്നുള്ളത്. പുള്ളി എല്ലാം തുപ്പിക്കളഞ്ഞു. എന്റെ പൊന്നെ എന്തിനാ കരയണേ? ഐസ്ക്രീം തരാവോ? ഉടുപ്പൊക്കെ മാറ. ഐസ്ക്രീം വേണോ? ഹേ ഗൂഗിൾ ഐസ്കുട്ടിക്ക് ഐസ്ക്രീം തരാമോ? പുറത്ത് പോയിട്ട് വന്നപ്പം ഐസ്ക്രീം വാങ്ങിച്ചത് അവൻ കണ്ടു. അവൻ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കരച്ചിലോട് കരച്ചില്ലേ. അപ്പൊ പറഞ്ഞു ഇപ്പൊ കൊടുക്കില്ല. ഐസ്ക്രീം ആണോ വേണ്ടേ? ഓണം കൊടുക്കട്ടെ? കുറച്ച് കൊടുക്കാം. റെഡ് ഭയങ്കര ഐസ്ക്രീം കൊതിയാ. അങ്ങനെ ഇരിക്കണം അവിടെ. ഹായ് ഐസ്കുട്ടിന്റെ ഐസ്ക്രീം. നല്ലതാണോ? വാവാണോ? വാവാണോ? പപ്പയ്ക്ക് തരാവോ? കിട്ടോ? മാൾ ചേച്ചി കൊടുക്കാവോ? കഴിച്ചോട്ടെ. അതിന്റെ പൊന്ന് കഴിച്ചോ. ഐസ്ക്രീം അടുക്കുന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെയാണോ നീ കടിക്കണേ? എവിടുന്നൊക്കെയാ കടിക്കണേ? ഓ പുള്ളി ഇത്ര ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സാധനം അടുത്തടയ്ക്കാൻ കണ്ടിട്ടില്ല. ഓ നല്ലതാണോ? കഴിച്ചോ കൊച്ചു. നിങ്ങൾ എന്താ ചെയ്യാൻ പോവാ? എന്നാ സിനിമ? അസക്കുട്ടിക്ക് സ്പഗത്തിയും കൊടുത്തു. അവർക്ക് പൊറിയിച്ചുണ്ടാക്കി കൊടുത്തു. പൊറിയിച്ചു മതിയെന്നാ. എന്നാ അതിനകത്ത് ഒഴിച്ചാ? എന്നാ ഞാൻ ഒഴിച്ചാ? സ്ട്രോബെറി ഞാൻ ഒഴിച്ചാ. ഇനി മമ്മയെ കൊണ്ടുവരാൻ സമയമായില്ല നമുക്ക്. ഒരു സ്പൂൺ വേണോ? ഒരു സ്പൂൺ വേണോ? ഒരു കുഞ്ഞു സ്പൂൺ കൊടുത്തേക്ക്. വേണ്ട കുഞ്ഞു സ്പൂൺ കൊടുത്തേക്ക്. വേണ്ട. അത് കഴിഞ്ഞു. കൊണ്ടുവരാൻ കെട്ടിയാൻ വന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു. തിരക്കായിരുന്നു, പക്ഷെ നല്ല കുഴപ്പമില്ലായിരുന്നു. ആണോ? എങ്ങനെയുണ്ടായിരുന്നു വീട്ടില്? പിള്ളേരുടെ പുറത്ത് പോയി. അവന് പുറത്തുനിന്ന് കയറി പോയത്തില്ല. വായിക്കകത്ത് കുറച്ച് മണ്ണെടുത്ത് വാരി അങ്ങ് എടുത്തിട്ട്. എവിടുന്ന്? എന്നാ മണ്ണ? കളിക്കുന്നിടത്തുനിന്ന് മറ്റേ പൊടി മണല് നേരെ തുപ്പി കല്ലാതെ മനസ്സിലായല്ലോ. എന്നിട്ട് വിഴുങ്ങിയോ പുള്ളി? എന്നാലേ ഫുഡ് കൊടുത്തില്ലായിരുന്നു അവന്? ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്.
ആ ചിപ്സ് തിന്നോണ്ടിരിക്കുവായിരുന്നു പുള്ളി. അതിപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങനെ അങ്ങ് ആ ഒരു ഹരത്തിലാണ് ചിപ്സ് താഴെ പോയിട്ട് ഒരു പീസ് എടുത്തായിരിക്കും. പക്ഷേ ഒന്നിനും സമയം കിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഇരുട്ടിൻ്റെ ദൈർഘ്യം കൂടി കൂടി വരാൻ ഇനി കൂടി കൂടി വരാതെ 10:30 ചെറിയൊരു മൂടലോ ആയി തുടങ്ങി. ഇപ്പോൾ നാട്ടിലെ ഒരു 5 മണി സമയം പോലെ അല്ലേ? ഇനി ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെ ആകുമ്പോഴേക്കും. നവംബറിൽ ഇരുട്ട് ഒത്തിരി കൂടുതലാണ്, ഫുൾ ഇരുട്ട് പോലെ. സെപ്റ്റംബറിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ആയിരിക്കും. ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്കും ഇരുട്ടാവാൻ തുടങ്ങും. അങ്ങനെ സന്ധ്യ മയങ്ങിയ പോലെ. കുട്ടി ഉറങ്ങി അല്ലേ? എടുത്തോ. എന്താ ഇതാ ഏതാ? ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. നാളത്തെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുന്നു അല്ലേ? എന്നെ നാളെ കൊണ്ടുപോണേ? നാളെ എന്നെ കൊണ്ടുപോകണം. ഞാൻ ഓവർനൈറ്റ് ഓട്സ് എടുക്കണോ? അതേ മറ്റേ ഗ്രീക്ക് യോഗർട്ടിനകത്ത് സിറപ്പ് ഒഴിച്ചു കൊണ്ടുപോകണോ? മറ്റേതാ റാസ്ബെറിയുടെ സിറപ്പാണ്. ആണോ? എൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ രാവിലെ പോകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. യോഗത്തിനകത്ത് മറ്റേ നമ്മുടെ ഗ്രീക്ക് യോഗർട്ട് ഇതാ എടുത്തത്. യോഗത്തിനകത്തേക്ക് നമ്മുടെ റാസ്ബെറി ഉണ്ടല്ലോ, അതിൻ്റെ സിറപ്പ് ഒഴിച്ചു. കുറച്ച് ചിയാ സീഡ് ഇട്ട് വയ്ക്കും നാളത്തേക്ക്. ടേബിൾ സ്പൂൺ ആട്ടോ ഒരു നേരം യൂസ് ചെയ്യാറുള്ളൂ. ഒരു നേരം എന്ന് പറഞ്ഞ ഒരു ദിവസം ഒരു ടേബിൾ സ്പൂൺ എടുക്കാറുള്ളൂ. കിടക്കണ്ടേ ജോണിക്കുട്ടി? അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്തി വെച്ചില്ലെങ്കിൽ അത് സോക്കാവത്തില്ല. മേളിൽ ഇങ്ങനെ ടോപ്പിൽ തന്നെ കിടക്കും. എന്നിട്ട് അടിയിലുള്ളതൊക്കെ സോക്കാവുകയും ചെയ്യും. യസക്കുട്ടി ഇന്ന് നേരത്തെ കിടന്നു. നേരത്തെ അല്ല കേട്ടോ, 10 മണിയായപ്പോഴേക്കും ഉറങ്ങി. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.